ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണത്തിന് പദ്ധതിയിടുകയാണോ? ജെയ്ഷെ മുഹമ്മദ് നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിൽ ഏറ്റവും അധികം തിരിച്ചടി നേരിട്ടത് പാകിസ്ഥാനിലെ ഈ ഭീകര സംഘടനയ്ക്കാണ്. ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരനായിട്ടുള്ള അല്ലെങ്കിൽ തലവനായിട്ടുള്ള മസൂദ് അസറിൻ്റെ കുടുംബത്തെ സമൂലമായിട്ടുള്ള ഉന്മൂലനമാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യം നടത്തിയത്. എന്തായാലും ഇപ്പോൾ പാകിസ്ഥാനിലെ ബഹവൽപൂരിലുള്ള ജെയ്ഷെ ആസ്ഥാനമായിട്ടുള്ള ജാമിയ മസ്ജിദ് സുബ്ഹാൻ അല്ലാ എന്ന സ്ഥലത്ത് ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ജെയ്ഷെ തലവൻ മസൂദ് അസറിൻ്റെ 10 കുടുംബങ്ങളിൽ ഒരാളായിട്ടുള്ള യൂസഫ് അസർ. ഈ യൂസഫ് അസറിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആ ഗ്രൂപ്പിൻ്റെ സ്ഥാപകൻ മസൂദ് അസറിൻ്റെ സഹോദരൻ യൂസഫ് അസറിന് അനുശോചന യോഗം അത് നടത്താനായി പദ്ധതി ഇടുന്നതായിട്ടാണ് ഈ റിപ്പോർട്ട് വരുന്നത്. മെയ് 6, 7 തീയതികളിൽ ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ സൈന്യം യൂസഫിനെ വധിച്ചതിനെ ഓർമ്മിപ്പിക്കട്ടെ. സെപ്റ്റംബർ 25-ന് പെഷവാറിലെ മർക്കസ് ഷഹീദ് മസൂദാബാദിൽ വെച്ചാണ് യോഗം നടക്കുക. ജെയ്ഷെ മുതിർന്ന കമാൻഡോകളും അംഗങ്ങളും ഇതിൽ പങ്കെടുക്കുമെന്നും അറിയാൻ സാധിക്കുന്നു. NDTV റിപ്പോർട്ട് അനുസരിച്ച് പുതിയ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു നീക്കമായും ഈ പരിപാടി ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രദ്ധ ആകർഷിക്കാതിരിക്കാൻ ഈ തീവ്രവാദ സംഘം അൽ മുറാബിദൂൻ എന്ന ഓമന പേര് ഉപയോഗിക്കും. ഈ അറബി പദത്തിൻ്റെ അർത്ഥം ഇസ്ലാം നാടിൻ്റെ സംരക്ഷകർ എന്നാണ്. പാകിസ്ഥാനിലെ ബഹവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനമായിട്ടുള്ള ജാമിയ മസ്ജിദ് സുബ്ഹാൻ അല്ലാ എന്ന സ്ഥലത്ത് ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയപ്പോഴാണ് കൂടുതൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ്റെ മസൂദ് അസറിൻ്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടത്. എന്തായാലും ഏപ്രിൽ 22-ന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യുന്നതിനായി മെയ് 6, 7 തീയതികളിലാണ് ഇന്ത്യൻ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. എന്തായാലും കൊല്ലപ്പെട്ടവരിൽ തൻ്റെ മൂത്ത സഹോദരി, ഭർത്താവ്, ഒരു അനന്തരവൻ, ഭാര്യ, മറ്റൊരു അനന്തരവൾ, കുടുംബത്തിലെ 5 കുട്ടികൾ എന്നിവർ ഉൾപ്പെടുന്നുവെന്ന് അസർ പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തിലെ 10 അംഗങ്ങൾക്ക് സന്തോഷം ലഭിച്ചു. 5 നിരപരാധികളായിട്ടുള്ള കുട്ടികൾ, എൻ്റെ മൂത്ത സഹോദരിയും അവരുടെ ഭർത്താവും, എൻ്റെ അനന്തരവൻ ഫാസിലും ഭാര്യയും, എൻ്റെ പ്രിയപ്പെട്ട അനന്തരവൾ ഫാസിലയും അവരോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഹുസൈഫയും അമ്മയും അസർ പറയുന്നുണ്ട്. എന്തായാലും ഈ ജെയ്ഷെ മുഹമ്മദ് ഇതിന് പ്രതികാരം ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഈ യോഗം നടത്തുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട്. അനുശോചന യോഗമെന്ന് ഓമന പേരിട്ടിരിക്കുന്നതേ ഉള്ളൂ. ഇന്ത്യയിലേക്ക് ഏത് നിമിഷവും ഒരു ആക്രമണത്തിന് ഇവർ പദ്ധതി ഇടുന്നതായിട്ടാണ് ഇന്ത്യൻ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അത് പാകിസ്ഥാൻ സർക്കാരിന് വലിയ തലവേദനയാകുമെന്നുള്ളത് വേറൊരു കാര്യം. കാരണം ഇന്ത്യയിലേക്ക് ഇനി ഒരു ആക്രമണത്തിന് ഇവർ പദ്ധതി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ കാണുന്നത് ഇപ്പോൾ കാണുന്ന ഇന്ത്യ ആയിരിക്കില്ല. ഇന്ത്യ ഒരു വിശ്വരൂപം പ്രാപിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ ഇത് അവിടെയുള്ള ഭീകരവാദികളോട് പറഞ്ഞു മനസ്സിലാക്കാൻ പാകിസ്ഥാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. പാകിസ്ഥാൻ സർക്കാർ എത്രയൊക്കെ പറഞ്ഞിട്ടും അവിടെയുള്ള ഭീകരവാദികൾ ഈ പ്രതികാര വാഞ്ചയോടുകൂടി പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നു എന്നുള്ളത് പാകിസ്ഥാൻ സർക്കാരിന് തന്നെ വലിയ തലവേദനയായി മാറുന്നുണ്ട്. അപ്പോൾ ഇവരെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പാകിസ്ഥാൻ സർക്കാർ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട സർക്കാർ വൃത്തങ്ങൾ വളരെ ഭീകരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും മറ്റൊരു റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.